ഇന്ത്യയിലെ മുക്കിലും മൂലയിലുമുള്ള ക്രിമിനലുകൾ, ഭീകരവാദികൾ എന്തുകൊണ്ട് കേരളത്തിൽ തമ്പടിക്കുന്നു? അവർക്കൊരു സത്രമായി കേരളം മാറിയിട്ടുണ്ടോ? ഇന്നലെ തന്നെ NIA മൂന്നാറിലെത്തി ഒരു കമ്മ്യൂണിസ്റ്റ് ഭീകരവാദി അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് തുടർക്കഥയാകുന്നു. എന്തുകൊണ്ട് നമ്മുടെ സർക്കാരുകൾ ഇതിൽ വലിയ രീതിയിൽ പരിഗണന നൽകുന്നില്ല? കമ്മ്യൂണിസ്റ്റ് അല്ല, മാവോവാദി, മാവോവാദി തീവ്രവാദി. അല്ല, അത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അവർ? ശ്രീജിത്ത്, ഇസ്ലാമിസ്റ്റുകളുടെയും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെയും ഫണ്ടമെൻ്റലിസ്റ്റുകളുടെയും റാഡിക്കലിസ്റ്റുകളുടെയും അതുപോലെ തന്നെ മാവോവാദി ഭീകരവാദികളുടെയും ഒക്കെ സുരക്ഷിതമായിട്ടുള്ള താവളമാണ് പിണറായി വിജയൻ്റെ കേരളം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയൻ്റെ കാലത്ത് നഗര നക്സലുകൾക്ക് എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നത് പോലെ തന്നെ ഈ കാന്താര നക്സലേറ്റുകൾക്ക്, അതായത് കാടിനുള്ളിൽ ഒളിച്ചിരുന്നുകൊണ്ട് പോലീസുകാരെയും ആദിവാസികളെയും കൊല്ലുന്നത് പതിവാക്കിയിട്ടുള്ള ഭീകരവാദികൾക്കും എല്ലാത്തരം സഹായങ്ങളും കിട്ടുന്നു. അവരെ ആരും ശ്രദ്ധിക്കാനും പോകുന്നില്ല, പിടിക്കാനും പോകുന്നില്ല. ആ രീതിയിൽ അവരോടൊരു മൃദു സമീപനം, ഒരുതരം സോഫ്റ്റ് ആയിട്ടുള്ള സമീപനം, മൃദു ഹിന്ദുത്വം എന്നൊക്കെ പറയുന്നത് പോലെ മൃദു തീവ്രവാദമാണ് ഭരണകൂടത്തിനും അതുപോലെ തന്നെ ഭരണകൂടത്തിനെ പിന്തുണയ്ക്കുന്ന നഗര നക്സലേറ്റുകൾക്കും. അതാണ് ഇതിൻ്റെ കാര്യം. ഇവിടുത്തെ ഇക്കോസിസ്റ്റം അതിന് അനുകൂലമാണ്. അവരെയൊക്കെ പിന്തുണയ്ക്കുകയും മോദിയെയും രാജ്യം നന്നാക്കാനും വികസിപ്പിക്കാനും ശ്രമിക്കുന്ന ശക്തികളെയും ഒക്കെ ഒരുതരം പുച്ഛവും പരിഹാസവും അവരോടൊരു തരം വിരോധവുമാണ്, മറ്റുള്ള ആൾക്കാരുടെ ഒരു തരം വിധേയത്വവുമാണ്. ഇത് വാസ്തവത്തിൽ ഹിന്ദു വിരുദ്ധതയുടെ പ്രകടമായിട്ടുള്ള ഒരു ലക്ഷണമാണ് ഈ ബുദ്ധിജീവികളാണ് നടക്കുന്നത്. ആത്യന്തികമായിട്ടും അടിസ്ഥാനപരമായിട്ടും ഹിന്ദു ആണ് അവരുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ജന്തു. വാസ്തവത്തിൽ വന്യജീവികൾ പോലും ഇത്രയും ശത്രുക്കളല്ല അവർക്ക്. അത്തരം ഒരു ശത്രു പേപ്പട്ടികളെ പോലെ ആണ് ഹിന്ദുക്കളെ കണക്കാക്കുന്നത്. അതാണ് അതിൻ്റെ മനഃശാസ്ത്രം. അത് തന്നെയാണ് അതിൻ്റെ മനഃശാസ്ത്രം. ഹിന്ദു അതിനുള്ളിലെ മനുവാദം എന്നൊക്കെ പറഞ്ഞ് സവർണ മേധാവിത്വം, ഹേഗമണി, ബ്രാഹ്മണിക്കൽ ഹേഗമണി എന്നൊക്കെ പറഞ്ഞിട്ട് നശിച്ച് നാരായണക്കല്ല് വെച്ച ഈ സമുദായത്തിൻ്റെ കാര്യമാണ് ബ്രാഹ്മണിക്കൽ ഹൈഗമണി എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നടക്കുന്നത്. സ്ത്രീകളെ മുഴുവൻ അടിമകളായി കഴിയുന്ന ഒരു മതത്തിൻ്റെ സംസ്കാരത്തെ പറ്റി ഒരു വാക്ക് പറയാൻ പോലും ധൈര്യമില്ല. മറ്റൊരു മതക്കാരനെ കൊന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന മദ്രസകളെ പറ്റി പറയാൻ ഒരു ധൈര്യമില്ല ബുദ്ധിജീവികൾക്ക്. ഇവന്മാരാണ് ഹിന്ദുത്വത്തിൻ്റെ അതിൻ്റെ അങ്ങോട്ടിറങ്ങി ആഴത്തിൽ പോലും പഠിക്കാതെ എന്തെങ്കിലും കേട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് തോന്നിയവാസങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഏത് വാദത്തിലാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്? ഏത് വാദത്തിലാണ് ഒരു ജാതി മറ്റൊരു ജാതിയേക്കാൾ മുകളിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്? കണ്ടിട്ടുണ്ടോ? വേദങ്ങളാണ് ഇതിൻ്റെ ഹിന്ദുമതത്തിൻ്റെ ഹൈന്ദവികത ദേശീയതയുടെ അടിസ്ഥാനം. ഒന്ന് കാണിച്ചു തരൂ. ചുമ്മാ മനസ്സിലാക്കാതെ കൊണ്ട് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഹിന്ദുക്കൾ ജാതി വിവേചനം ആരുണ്ടാക്കിയതാണ്? വേദങ്ങൾ ഉണ്ടാക്കിയതാണോ? ഹിന്ദുക്കൾ ഉണ്ടാക്കിയതാണോ? ഇടക്കാലത്തുള്ള ഭരണാധികാരികളുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. അടിമത്തമാരുണ്ടാക്കിയതാ? ഹിന്ദുക്കളാണ് ഉണ്ടാക്കിയത്. അടിമത്തെ അനുകൂലിക്കുന്ന പ്രസ്താവനകളല്ലേ ഇസ്ലാമിക അനുകൂല ഗ്രന്ഥങ്ങളിലെല്ലാം കാണുന്നത്? അടിമ സ്ത്രീകളെ നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്നല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്? ഇതിനെക്കുറിച്ച് ഒരൊറ്റ വാക്ക് സംസാരിക്കാൻ കഴിയും? ലോകത്തിൻ്റെ സമാധാനം ഇപ്പോൾ നഷ്ടപ്പെടാൻ കാരണം എന്താണ്? RSS, ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലേ? അതിൻ്റെ ചർച്ചകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലുള്ള മൗദൂദിസം, ഏകമത ലോകത്തിന് സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്താൻ പോവുക. ഇതിനെക്കുറിച്ചൊന്നും അവർക്കൊരു പ്രശ്നമില്ല. പണ്ടെങ്ങാണ്ടോ നിന്നിരുന്ന അസ്പൃശ്യത, തൊട്ടുകൂടായ്മ, ഇതിനെക്കുറിച്ചൊക്കെയാണ് നിരന്തരമായ ഈ കാലഘട്ടത്തിലും ചർച്ചകൾ. പുതിയ പ്രവണതകൾ, പുതിയ ഭീകരവാദങ്ങൾ അതിൻ്റെ രൂപങ്ങൾ പ്രാപിക്കുമ്പോൾ അതിന് മാറ്റങ്ങൾ സംഭവിക്കാതെ തന്നെ ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒട്ടും ബോധേടല്ലാത്ത ബുദ്ധിജീവികൾ, ഈ ബുദ്ധിജീവികളെ കൊണ്ട് എന്തു പ്രയോജനമെന്ന് സക്കറിയ ചോദിച്ചത് തന്നെയാണ് ശരി. അപ്പോൾ അത്തരം ഒരു അറ്റ്മോസ്ഫിയർ കേരളത്തിലുണ്ട്. സാക്ഷര കേരളം എന്നൊക്കെ പറയുന്നത്. കുംഭമേളയ്ക്ക് പോയതാണ് ഏറ്റവും വലിയ പാവം. ആളുകളുടെ തലവെട്ടുന്നതല്ല പാവം. അങ്ങനെ ഒരു ബുദ്ധിജീവി നാട്യം കാപഠ്യം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇതുപോലുള്ള ആളുകൾ വരും, ഒളിച്ചിരിക്കും, ആരാധിക്കും. ഭീകരവാദികളുടെ സ്വർഗമാണിവിടം, നക്സൽവാദികളുടെ സ്വർഗമാണിവിടം. അതാണ് അതിൻ്റെ പശ്ചാത്തലം. അങ്ങനെയാണ് അവർ വന്ന് ഒളിച്ചിരിക്കുന്നത്. അവർക്ക് എല്ലാവിധ സംരക്ഷണവും കിട്ടും. പോലീസ് നെൽസൺസ് ഐ എന്ന് പറയുന്നത് പോലെ കണ്ണടയ്ക്കും അവർക്ക് നേർക്ക്. സുഖമായിട്ട് കഴിഞ്ഞിട്ട് പോകും. പക്ഷേ NIAക്ക് കണ്ണടയ്ക്കാതെ പറ്റില്ല. അവരിത് കാണും.
പിടിച്ചുകെട്ടും പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അതാണിപ്പോൾ സംഭവിച്ചത്. ജാർഖണ്ഡിൽ 3 പോലീസുകാരെ കൊന്ന മാവോവാദിയാണ് മൂന്നാറിൽ വന്ന് മൂന്നാറിൻ്റെ സുഖശീതളമയിൽ എൻ്റെ കോസി കംഫർട്ടിൽ വന്ന് ഒളിച്ചിരുന്നത്. അയാളുടെ പേര് സഹൻ ടുട്ടി ദിനബു. അല്ല, അത് മറ്റൊരു രസകരമായ കാര്യമാണ്. എല്ലാ ഭീകരവാദികളും മാവോയിസ്റ്റുകളും എല്ലാ ക്രിമിനലുകളും കേരളത്തിൽ വന്ന് ഒളിച്ചിരിക്കും. പക്ഷെ പിടിക്കണമെങ്കിൽ വല്ല ഉത്തർപ്രദേശ് പോലീസോ ഇതുപോലെ ഛത്തീസ്ഗഡ് പോലീസോ തമിഴ്നാട് പോലീസോ വന്ന് ഇവിടെ നിന്ന് പിടികൂടുമ്പോഴാണ്, എന്നെയും പിടികൂടുമ്പോഴാണ് കേരള പോലീസ് അറിയുന്നത്. അതെ അതെ, അവരറിയുന്നു. അപ്പൊ നമ്പർ 1 കേരള പോലീസ്. എല്ലാം നമ്പർ 1 ആണല്ലോ. നമ്മൾ സ്വർണം മോട്ടിക്കുന്നതിൽ നമ്പർ 1 ആണ്. 1 ലക്ഷം ആയിരിക്കും ആ സ്വർണ്ണത്തിന് പവന്റെ വില. ആ സാധനമാണ് ശബരിമലയിൽ നിന്ന് മോഷണം പോയിരിക്കുന്നത്. ആ പോട്ടെ, അവിടെ ഇടയ്ക്ക് അങ്ങോട്ട് പോയെന്നേ ഉള്ളൂ. ജാർഖണ്ഡ് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അവിടുത്തെ പോലീസിനെ കൊന്നവരാണ് ഇവിടെ വന്ന് വിളിച്ചിരുന്നത്. അയാളെ പിടിച്ച സ്ഥലമെന്ന് പറഞ്ഞാൽ ഗൂഡാർവിള എസ്റ്റേറ്റിനകത്താണ്. ഈ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പേരേ ഉള്ളൂ. എസ്റ്റേറ്റുകളിലൊന്നും ഇപ്പോൾ കൃഷിയൊന്നുമില്ല. കർഷകർ എന്നേ ഉപേക്ഷിച്ചു പോയി. അതിൻ്റെ ഉടമസ്ഥർ എന്നേ ഉപേക്ഷിച്ചു പോയി. പട്ടിണി വിളയുന്ന തോട്ടങ്ങളാണ് ആ ഇടുക്കിയിൽ ഇപ്പോൾ എമ്പാടും ഉള്ളത്. അങ്ങനെയുള്ള സ്ഥലത്ത് ഒളിച്ചിരിക്കാൻ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. അവിടെ ആരും പിടിക്കില്ലെന്ന് വിചാരിച്ചു. പക്ഷേ NIA കണ്ടു, പിടിച്ചു, കൊണ്ടുപോയി. ഇതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പോലീസിങ്. എവിടെ ഒളിച്ചിരുന്നാലും നിങ്ങളെ പിടിച്ചു കൊണ്ടുപോകും. രക്ഷപ്പെടാൻ പറ്റില്ല. ഒളിച്ചിരുന്ന് അങ്ങനെ ഇപ്പോൾ ഭീകരവാദം നടത്തണ്ട. കേരള പോലീസും ഫലത്തിൽ ഭീകരവാദത്തിനെതിരെയാണ്. നക്സലുകളെ കൊന്നിട്ടുമുണ്ട്. അവർ വെടിവെച്ചിട്ടുമുണ്ട്. കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ജാർഖണ്ഡിൽ നിന്നൊരു ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ അവരെ പിടിക്കില്ല. ഛത്തീസ്ഗഡിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ പിടിക്കത്തില്ല. ഉത്തർപ്രദേശിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ പിടിക്കില്ല. കാരണം അതെല്ലാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. നമുക്കെന്ത് കാര്യം? നമുക്ക് കേരളത്തിൻ്റെ കാര്യം മാത്രം. നമ്മൾ നമ്പർ 1 ആണ്. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നമ്പർ 1 ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്കങ്ങ് പോയാൽ മതി. മറ്റ് സ്റ്റേറ്റുകളൊക്കെ നമ്മൾ നമ്പർ 1 ആവാൻ വേണ്ടിയിട്ടുള്ള അതാണ് മറ്റ് സ്റ്റേറ്റുകൾ. അവരെക്കാൾ ഭേദമാണ് നമ്മൾ മറ്റൊരു സാമ്രാജ്യമാണ്, മറ്റൊരു രാജ്യം. നമ്മൾ ഈ സർ CP രാമസ്വാമി ഭാവനയിൽ കണ്ട സ്വതന്ത്ര തിരുവിതാംകൂർ എന്നുള്ള മട്ടിലാണ് ഇവിടെ ഭരണം നടക്കുന്നത്. അതുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിലെ ശത്രു ഭീകരവാദികളെ, സ്റ്റേറ്റിനെതിരായിട്ട് ടെറർ നടത്തുന്നവരെ പിടിക്കാൻ നമ്മൾ ഒരു ഉത്സാഹവും കാണിക്കാത്തത്. ഈ മൂന്നാർ എസ്റ്റേറ്റിൽ വിളിച്ചിരുന്നിട്ട് ഒരൊറ്റ ആൾ പോലും ഇയാൾ ആരാ എന്തോ എന്ന് ചോദിക്കില്ലേ? നാട്ടുപുറങ്ങളിലാണെങ്കിൽ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലും ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് തന്നെ എത്രമാത്രം അകന്നുപോയി എന്നുള്ളതാണ്. ഒരു ഭീകരവാദി നമ്മൾക്കിടയിൽ വന്നാൽ അറിയുന്നില്ല. ഇത് മൂന്നാർ എസ്റ്റേറ്റിൽ മാത്രമല്ല, നമ്മുടെ നഗരങ്ങളിൽ തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ആരാണെന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ? അറിയാറുണ്ടോ? ഫ്ലാറ്റിലെല്ലാം ഹോട്ടൽ മുറിയിലായാലും നമ്മൾ അറിയാറുണ്ടോ? ശരിയാണ്, അവിടെ ഹോട്ടലാണെങ്കിൽ കൗണ്ടറിൽ ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കേണ്ടി വരും. വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്ടം പോലെ അടിച്ചടിച്ച് കിട്ടും. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയാണിത്. ഈ ഭീകരവാദികളുടെ താവളമായിട്ട് കേരളം മാറുന്നു എന്നുള്ളത് ജാർഖണ്ഡിൻ്റെ വിഷയം അവിടെ ഇരിക്കട്ടെ, അവർ നോക്കിക്കോളും. പക്ഷേ കേരളം ഭീകരവാദികളുടെയും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെയും താവളമായി മാറുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളുടെ അനന്തര തലമുറയ്ക്കും വരാൻ പോകുന്ന ജനതയ്ക്കും വലിയ ഭീഷണി തന്നെയാണ്. അത് അനുവദിക്കാൻ പാടുള്ളത്. അത് കരുതിയെങ്കിലും ജാർഖണ്ഡിൻ്റെ സുരക്ഷ നോക്കണ്ട കേരളത്തിൻ്റെ സുരക്ഷ നോക്കിയെങ്കിലും ഇത്തരം ഭീകരവാദികൾക്ക് അതിരില്ലാത്ത സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ചു കൂടാ എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അത് നമുക്ക് തന്നെ വലിയൊരു ജാർഖണ്ഡിൽ, കാരണം ഈ പല ഭീകരവാദികളും സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്ലാമിക ഭീകരവാദികളും കേരളത്തിൽ അവരുടെ ഒരു തറവാടായി മാറിയിരിക്കുകയാണ്. സുരക്ഷിതമായി ഒളിച്ചിരിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുന്നത്, പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് മേഖലയിലല്ല. അന്താരാഷ്ട്ര തലത്തിൽ നേപ്പാൾ പോലെ അവിടെ കഞ്ചാവായാലും ശരി, ഓപ്പിയം ആയാലും ശരി, മരീജുവാനെ ആയാലും ശരി, ഏതും കടത്തിക്കൊണ്ട് പോകാം. നേപ്പാൾ സുരക്ഷിത മേഖലയാണ്. നേപ്പാളിൽ നിന്ന് എന്തും ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ട് വരാം. കാരണം അതിരില്ല, പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട. ഇന്ത്യയിൽ നിന്ന് എന്തും അങ്ങോട്ടും കടത്തിക്കൊണ്ട് പോകാം. അതിരില്ല, മതിലില്ല, മുള്ളുവേര് പോലും ഇല്ല, ആരും ചോദിക്കുകയില്ല, സൗഹൃദ രാജ്യങ്ങളായതുകൊണ്ട് എന്ന് പറയുന്ന പോലൊരവസ്ഥയാണ്. ഇപ്പോൾ തന്നെ ഭൂട്ടാൻ കണ്ടില്ലേ? ഭൂട്ടാനിൽ നിന്ന് കാറുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. മറ്റൊരു രാജ്യമാണ് ഭൂട്ടാൻ. അപ്പോൾ ഡ്യൂട്ടി അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഡ്യൂട്ടി അടയ്ക്കാതെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രയും പണം രാജ്യത്തിന് നഷ്ടപ്പെടുകയാണ്. സാമ്പത്തിക കൊള്ളയാണ്. അത് ചെയ്ത സിനിമാ നടന്മാർ വരെ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പം നിയമം ലംഘിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അവകാശമായിട്ട് കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നമുണ്ട്. പിന്നെ പൗര അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ കൈ ഉയർത്തിയും മസിൽ പിടിച്ചും സമരം നടത്തും, മുഷ്ടിയുരുട്ടിയും ധാരാളമായിട്ട് നമ്മൾ കാണുന്നത് സെക്രട്ടറിയുടെ മുമ്പിലും എപ്പോഴും കാണുന്നതാണ്. പക്ഷേ പൗരന് ചില ചുമതലകളുണ്ടെന്ന കാര്യം നമ്മൾ മറക്കുന്നില്ല.
ഇന്ത്യൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് നമ്മുടെ സത്യപ്രതിജ്ഞ നമ്മൾ മറന്നുപോയി. അപ്പോൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി അടുത്ത് താമസിക്കുന്ന ആരാണെന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്വം പൗരന്മാരുണ്ട്, പൗരസമൂഹത്തിനുണ്ട്. എനിക്കെന്ത് കാര്യം, അവൻ ആരെങ്കിലും കൊല്ലട്ടെ, അതല്ലല്ലോ വഴി. ഭീകരത സംശയിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കണം. ഓരോ ഇന്ത്യക്കാരനും ബാധ്യതയുണ്ട്. ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷിതത്വവും കാക്കാനുള്ള ബാധ്യത പട്ടാളക്കാർക്ക് മാത്രമല്ല, പട്ടാളക്കാരൻ്റെ ജോലിയായിട്ട് ഡിവൈഡ് ചെയ്യാവുന്ന ഓരോ ഇന്ത്യക്കാരനും ബാധ്യതയുണ്ട്. ഈ അവസരങ്ങളിൽ പൗരബോധമെന്ന് പറയും, സിവിക് സെൻസ്, അത് നമ്മൾ കാണിക്കണം. പലപ്പോഴും നമ്മൾ കാണിക്കാറില്ല. അതുകൊണ്ട് പോലീസുകാരെയോ ഗവൺമെൻറ്റിനെയോ മാത്രം കുറ്റപ്പെടുത്തിയിരുന്നിട്ട് കാര്യമില്ല. ഇയാളൊരു വിളയിലായിരുന്നു, ഒരു കാട്ടിലൊന്നും അല്ലായിരുന്നു. അവിടെ കൂടെ സഞ്ചരിക്കുന്ന കേരളം ഇത്രയും ജനസാന്ദ്രതയുള്ള സംസ്ഥാനം, അതുവഴി പോകുന്നവരും വരുന്നവരും പലരും കാണും. എന്തിനു ഇവിടെ ഇരിക്കുന്നു, ആരാണെന്ന് ചോദിച്ചാൽ അതിന് സത്യം പറയില്ല, അത് വേറൊരു കാര്യം. പക്ഷേ സംശയകരമായ സാഹചര്യത്തിലാണ് താമസിക്കുന്നതെങ്കിൽ പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കാൻ തയ്യാറാവണം. നമ്മൾ അത്ര റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ ഇനിയെങ്കിലും നമ്മുടെ അടുത്ത തലമുറയെങ്കിലും സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റൂ. എന്ന് മാത്രമല്ല, ഇവനിൽ നിന്ന് നാളെ ഒരു ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ ചങ്കിന് നേർക്ക് വരുന്ന ഒരു വെടിയുണ്ടയായിരിക്കും.